സദ്യയൊക്കെ കഴിച്ച് എങ്ങോടെങ്കിലും കറങ്ങാൻ പോകാന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കണ ഈ കാണുന്നത്. തേച്ചുടിപ്പിച്ച് നിർത്തിയവനാണ്ട തലകുത്തി മറയണത്. അപ്പുറത്ത് നോറയിൽ നിന്ന് തലകുത്തി മറയണത് കേട്ടാ. ഇത് എപ്പോഴും ഉള്ള പരിപാടിയാണ്. ലാസ്റ്റാണ് ഉടുപ്പിക്കണമെങ്കിലും തലകുത്തി മറിച്ചതിന് ഒരു കുറവും ഇല്ലേ. അപ്പൊ ഇന്നൊന്ന് അനിയത്തിയുടെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അവരുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഞാനാണ്. അപ്പൊ ആ കേക്ക് കൊടുത്തിട്ട് വേണം എങ്ങോടെങ്കിലും പോകാനായിട്ട്. അപ്പൊ ഞങ്ങളോട് പുത്തൻതോട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുമ്പളങ്ങിയിൽ നിന്ന് പോകാനായിട്ട് എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ടാ. അപ്പൊ കേക്കൊക്കെ കൊടുത്ത് അവിടുന്ന് ലല്ലുവിനെയും വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയത്. ഈ ബീച്ചിലാകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് ഈ ബീച്ചിലേക്ക് പോയത്. പക്ഷെ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇനി തിരുവോണം ആയത് കാരണമാണെന്ന് തോന്നണം കേട്ടാ. പിള്ളേര് നേരെ തന്നെ ആ കല്ലിന്റെ പൊക്കത്തേക്കൊക്കെ കയറി അവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാനായിട്ട് കയറിയിട്ട്. അപ്പൊ കുറെ നേരം അവിടെ ഇരുന്ന് കാറ്റുകൊണ്ട് പുതിയ ഉടുപ്പൊക്കെ എഴുതാനും വെള്ളത്തിൽ നനക്കണില്ലെന്നാണ് പറഞ്ഞേട്ടാ. പക്ഷെ കുറെ നേരം കഴിഞ്ഞപ്പോൾ അവരുടെ കൺട്രോളൊക്കെ പോയിട്ടാ. അവർ ബീച്ചിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നിട്ടാ. വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേനും കേക്ക് കട്ട് ചെയ്യാനുള്ള നേരമായിട്ടുണ്ടായിരുന്നേ. അപ്പൊ ലിയമ്മ വേഗം കേക്കൊക്കെ കട്ട് ചെയ്ത് അനിയത്തി കുറച്ച് ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഉച്ചക്ക് നല്ല അടിപൊളി സദ്യയും വൈകിട്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണി. ഈ പ്രാവശ്യത്തെ തിരുവോണം അടിപൊളിയായിരുന്നേ. അപ്പൊ അത്രേ ഉള്ളൂ.